ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന രുക്കുവിനോട് പറയുന്നുണ്ട്, നീ ഈ സാക്ഷ്യപത്രത്തിൽ എനിക്ക് ഒപ്പിട്ട് തരണം. മുകുന്ദൻ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? അവൻ ഇതിലൊരു കുറ്റാരോപിതൻ മാത്രമാണ്. അത് മാത്രമല്ല, നീയും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ലെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യണ്ടേ? കോടതിയിൽ എന്തായാലും നീ വരേണ്ടി വരും. ആ മുക്കുപണ്ടങ്ങൾ തന്നവര് നിന്നെ ശരിക്കും ചീറ്റ് ചെയ്യല്ലേ ചെയ്തത്? അതുകൊണ്ട് അതിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ. ഇതാ ഈ പേപ്പർ കോടതിയിൽ ഫയൽ ചെയ്യാനുള്ളതാണ്. നീ ഇതിൽ ഒപ്പിട്ട് എന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് അർച്ചന ആ ഫോം രുക്കുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പോവുകയാണ്. അച്ചു അപ്പൊ തന്നെ രുക്കുവിനോട് പറയുന്നുണ്ട്, രുക്കു നീ ആ പേപ്പറിൽ ഒപ്പിട്ട് ചേച്ചിക്ക് കൊടുത്തേക്ക്, അല്ലെങ്കിൽ നീയും കൊടുങ്ങുമെന്ന് പറയുമ്പോ രുക്കു ആകെ ദേഷ്യത്തോടെ ആ പേപ്പർ എടുത്ത് അച്ചുവിന്റെ മുന്നിൽ തന്നെ കീറിക്കളഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അച്ചു ആണെങ്കിൽ ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ ഓഫീസിലെത്തുമ്പോ ദീപ്തിയും വാസും ലാപ്ടോപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താണ് പരിപാടി എന്ന് ചോദിക്കുമ്പോ ദീപ്തിയും വാസുവും കൂടി പറയുന്നുണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട് മാഡത്തിന്. ഞങ്ങൾ മുകുന്ദനെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തപ്പോഴുണ്ടായ ആ CCTV ഫുട്ടേജ് എല്ലാം ഒന്നുകൂടി നോക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ദൃശ്യത്തിൽ ഞങ്ങൾ ഒരു വ്യക്തിയെ കണ്ടത്. അന്ന് വിജയ് ശങ്കറിന്റെ ഓഫീസിൽ വന്ന് ഒരാൾ വഴക്കുണ്ടാക്കി പോയില്ലേ, എന്നിട്ട് നമ്മുടെ ഓഫീസിലേക്ക് വന്നില്ലേ, അയാൾ ആരാണെന്ന് പിടികിട്ടി. ആ CCTV ഫുട്ടേജിൽ അയാളും ഉണ്ടായിരുന്നു. നീ എന്ന ആ CCTV ഫുട്ടേജ് ഫുള്ളായി കണ്ടില്ലല്ലോ, അതിനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ലല്ലോ നീ. തിരക്കിനിടയിൽ ഞങ്ങളും ശ്രദ്ധിച്ചില്ല. ഇന്നാണ് ഞങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചത്. എന്തായാലും ആ കക്ഷിയെ നിനക്കിപ്പോ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ദീപ്തിയും വസുവും കൂടി അർച്ചനയ്ക്ക് ആ വ്യക്തിയെ കാണിച്ചു കൊടുക്കുകയാണ്. അത് മറ്റാരുമല്ല, JK ആണ്. JK കണ്ട് അർച്ചന ആകെ ഷോക്കാവുന്നുണ്ട്. JK കണ്ട് ആകെ ടെൻഷൻ ആകുകയാണ് അർച്ചന. പെട്ടെന്ന് തന്നെ മൂഡ് ഔട്ട് ആവുകയും ദീപ്തിയോടും വസുവിനോടും ദേഷ്യപ്പെടുകയുമാണ്. ദീപ്തി അപ്പൊ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പെട്ടെന്ന് മൂഡ് ഔട്ട് ആയതെന്ന്. അർച്ചന അപ്പൊ പറയാണ്, ഒന്നുമില്ല എന്ന് പറയുമ്പോ വസു പറയുന്നുണ്ട്, ആ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കും മേഡം പെട്ടെന്ന് മൂഡ് ഔട്ട് ആയതെന്ന് പറയാണ്. ദീപ്തി അപ്പൊ ചോദിക്കുന്നുണ്ട്, നിനക്ക് അയാളെ അറിയോ എന്ന്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, വെള്ളടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന അയാളെ എനിക്ക് എങ്ങനെ അറിയാനാണ് എന്ന് അർച്ചന പറയുന്നുണ്ട്. ദീപ്തി അപ്പൊ ചോദിക്കുകയാണ്, നമുക്ക് ആ കക്ഷിയെ തേടി പിടിച്ചാലോ? മുകുന്ദന്റെ കേസിലെ ഒരു സാക്ഷിയാക്കാൻ നമുക്ക് അയാളെ. ഈ ലോക്കപ്പ് മർദ്ദന കേസിൽ നമുക്കൊരു സാക്ഷി ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഇയാളെ നമുക്ക് കണ്ടുപിടിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചു കഴിഞ്ഞ് സംസാരിക്കാം. എനിക്ക് ആകെ ഒരു തലവേദന എന്ന് പറയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, ശരി, പിന്നീട് നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ എന്തായാലും പുറത്തൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ദീപ്തിയും വസുവും പുറത്തേക്ക് പോവുകയാണ്. അർച്ചന ആണെങ്കിൽ ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അർച്ചന വേഗം തന്നെ ഫോൺ എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അർച്ചനയാണെങ്കിൽ താനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർ ഒന്നും പറയില്ല. അതുകൊണ്ട് ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ആ പോലീസുകാരനോട് പറയുന്നുണ്ട്, ഞാൻ വിജയ് ശങ്കറിന്റെ ഓഫീസിൽ നിന്നാണ്. അവിടെ ഈ മാസം 10-ാം തീയതി മുകുന്ദൻ എന്ന ആളെ മുക്കുപണ്ടം കേസിൽ അവിടെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നിരുന്നു. അന്നേ ദിവസം മറ്റൊരാളെ കൂടി അവിടെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നിരുന്നു. അയാളുടെ പേരും അഡ്രസ്സൊന്നും എനിക്കറിയില്ല. നന്നായി മദ്യപിച്ച് അവിടെ കവിതയെല്ലാം ചൊല്ലിയ ഒരാള്, അയാളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചതെന്ന് അർച്ചന ആ പോലീസുകാരനോട് ചോദിക്കുകയാണ്. പോലീസുകാരൻ അപ്പൊ പറയുന്നുണ്ട്, ഇപ്പൊ എനിക്ക് ആളെ പിടികിട്ടി. ഒരു ബാറിൽ അടിയുണ്ടാക്കി വെള്ളടിച്ചതിന് പിടിച്ചുകൊണ്ടുവന്നതാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ SI അയാളെ പറഞ്ഞു വിട്ടു. കേസൊന്നും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട്, അയാളുടെ പേരൊന്ന് പറയാമോ എന്ന്. ആ പോലീസുകാരൻ അപ്പൊ പറയുന്നുണ്ട്, അയാളുടെ പേരും ഡീറ്റെയിൽസും ഒന്നും അറിയില്ല. പേരെന്താണെന്ന് ചോദിച്ചപ്പോ മനുഷ്യനാണെന്നാണ് പറഞ്ഞത്. അയാളുടെ പേരിൽ കേസ് എടുക്കാത്തതുകൊണ്ട് മറ്റു ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. നിങ്ങൾ എന്തിനാണ് അയാളെ കുറിച്ച് അന്വേഷിക്കുന്നതെന്ന് ആ പോലീസുകാരൻ ചോദിക്കുകയാണ്. അർച്ചന അപ്പോ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അർച്ചന പിന്നീട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലും അയാളുടെ ഡീറ്റെയിൽസ് ഇല്ല. പിന്നെ അയാൾ ആരാണ്? സ്വന്തം ഐഡന്റിറ്റി വ്യക്തമാക്കാത്തവരെ വിശ്വസിക്കാൻ കഴിയില്ല. അയാൾ ഇനിയിപ്പോ വല്ല പിടിയിട്ട പുള്ളി ആയിരിക്കല്ലോ. പേരും ഡീറ്റെയിൽസ് ഒന്നും പറയാതെ ഇങ്ങനെ നടക്കുന്നവരെ വളരെയധികം സൂക്ഷിക്കണം. അയാളുടെ പിന്നിൽ എന്തെങ്കിലും ഇനി രഹസ്യങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ അർച്ചന അങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് JK താമസിക്കുന്ന ആ ഹോട്ടലിലേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള ആ സ്റ്റാഫിനോട്, ഇവിടെ JK എന്ന് പറയുന്ന ഒരാളുണ്ടോ? അയാൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് അയാളെ കാണണം. അയാൾ ഏത് റൂമിലാണ് ഉള്ളത് എന്നൊക്കെ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള സ്റ്റാഫ് JK പറഞ്ഞതെല്ലാം ഒരു നിമിഷം ചിന്തിക്കുകയാണ്. JK ഇവിടെയുള്ള കാര്യം മറ്റാരും അറിയരുതെന്നാണ് പറഞ്ഞത്. പറഞ്ഞാൽ എന്റെ ജോലി പോവും. അതുകൊണ്ട് ഇവര് ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. എന്തായാലും ഇവരോട് ഇപ്പൊ ഒന്നും പറയണ്ട എന്ന് ആ സ്റ്റാഫ് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്ത്രീയോട് പറയുന്നുണ്ട്, മേഡം ആരാണ്? പോലീസോ അങ്ങനെ ആരെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആ മേഡം പറയുന്നുണ്ട്, താനിപ്പോ ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ ഹോട്ടൽ ഞാൻ വാങ്ങും. പിന്നെ താൻ എന്റെ അടിമയായിരിക്കും. താൻ പറയുന്ന ജോലികളെല്ലാം താൻ ഇവിടെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് അയാളുടെ ഡീറ്റെയിൽസ് തന്നോ എന്ന് പറയുമ്പോ ആ സ്റ്റാഫ് ആണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. മേഡത്തിന് ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും എന്നൊക്കെ പറയുമ്പോ ആ മേഡം ഫോണിൽ നിന്ന് JKയുടെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ സ്റ്റാഫ്
അപ്പോ തീർത്ത് പറയാണ് ഇങ്ങനെ ഇവിടെ ഒരാളില്ലെന്ന്. അത് കേട്ട് ആ മേഡത്തിനാകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ആ സ്റ്റാഫിനോട് പറയുന്നുണ്ട് താൻ അയാൾ വരുമ്പോ പറഞ്ഞേക്ക് ഞാൻ ഇവിടെ വന്നിരുന്നു എന്ന്. അയാളെ അന്വേഷിച്ച് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ആ മേഡം പോവാനായി നിൽക്കുമ്പോ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് മേഡം ആരാണെന്ന്. ആ മേഡം അപ്പൊ പറയുന്നുണ്ട് ഞാൻ മധുബാല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം പുറത്തുപോയി ദീപ്തിയും വസുവും തിരിച്ച് ഓഫീസിലേക്ക് എത്തുകയാണ്. അർച്ചന അപ്പോഴും ടെൻഷനോടെ അങ്ങനെ നിൽക്കുകയാണ്. ദീപ്തി എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നേരത്തെ തലവേദനയാണെന്നാണ് പറഞ്ഞത്, എന്തായി? ആ സാക്ഷിയെ നമുക്ക് കണ്ടുപിടിച്ചാലോ? എന്താണ് നിന്റെ തീരുമാനം എന്ന് ചോദിക്കുകയാണ്. വീണ്ടും അർച്ചന ദീപ്തിയോടും വസുവിനോടും ദേഷ്യപ്പെടുകയാണ്. അയാളെ നമുക്ക് കണ്ടെത്തേണ്ട, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അയാളൊരു ബാറിൽ വഴക്കുണ്ടാക്കിയിട്ടാണ് പോലീസുകാര് അയാളെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരാളെ ഇതിൽ സാക്ഷിയാക്കിയാൽ അയാൾ ചിലപ്പോ കൂറുമാറും. അതുകൊണ്ട് നമുക്ക് അയാൾ വേണ്ട എന്ന് അർച്ചന പറയുമ്പോ ദീപ്തി ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ഇതിന് നമുക്ക് വ്യക്തമായ ഒരു സാക്ഷി വേണം. എങ്ങനെയാണ് നീ മുകുന്ദനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുന്നതെന്ന് ദീപ്തി ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട് ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു ജെന്യൂനായ സാക്ഷിയുണ്ട്, രുക്കു ആണ് അതെന്ന് അർച്ചന പറയുമ്പോ ദീപ്തി പറയുന്നുണ്ട് രുക്കു നമ്മുടെ കൂടെ നിൽക്കുവോ എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട് അവൾക്ക് നമ്മുടെ കൂടെ നിന്നേ പറ്റൂ. അവൾ എന്തായാലും ഈ കേസിൽ സാക്ഷിയാവും. അവളുടെ സാക്ഷിമൊഴി നാളെ തന്നെ നമുക്ക് കിട്ടും. ഇതിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കേണ്ടത് അവളുടെ കൂടി ആവശ്യമല്ലേ എന്നൊക്കെ അർച്ചന അങ്ങനെ ദീപ്തിയോടും വസുവിനോടും പറയാണ്. അതിനുശേഷം രുക്കു നേരെ ചന്ദ്രകാന്തത്തിലേക്ക് ചന്ദ്രയെ കാണാനായി വരുന്നുണ്ട്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ചന്ദ്രയോട് രുക്കു വിശദമായി തന്നെ പറയാണ്. ചന്ദ്രയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ പേടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ആ മുക്കുപണ്ടങ്ങളെല്ലാം അർച്ചനയുടെ കയ്യിലാണോ? ആകെ കുഴപ്പമായല്ലോ, നീ എന്ത് മണ്ടത്തരാടി കാണിച്ചത് എന്നെല്ലാം ചന്ദ്ര ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട് ഞാനല്ലല്ലോ, ആ അച്ചുവല്ലേ അതെല്ലാം എടുത്തു കൊടുത്തതെന്ന് പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു കിഴങ്ങനായി പോയല്ലോ. ഇത്രയും നാൾ പ്രേമിച്ചു നടന്നപ്പോഴെങ്കിലും അവനെ കുറിച്ച് നീ മനസ്സിലാക്കി വെക്കണമായിരുന്നു. പ്രേമിക്കുമ്പോൾ ഇങ്ങനെയുള്ള മണ്ണുണ്ണികളെ പ്രേമിക്കരുത്, അടിമകളെ പ്രേമിക്കണമെന്നൊക്കെ ചന്ദ്ര പറയുമ്പോ രുക്കു പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ, എല്ലാം കഴിഞ്ഞു പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട് സ്വഭാവം ഇതാണെങ്കിൽ അവൻ ഒരിക്കലും പോലീസിൽ ജോലി കിട്ടാൻ പോകുന്നില്ല. വടി കൊടുത്ത് അടി വാങ്ങുന്ന ടൈപ്പുകളെ ആരെങ്കിലും പോലീസിൽ എടുക്കുമോ എന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പോഴും നിന്റെ വാക്കല്ല അവന്റെ ചേച്ചിയുടെ വാക്കാണ് അച്ചു കേൾക്കുന്നത്. ഇതിപ്പോ ആകെ പ്രതിസന്ധിയായല്ലോ. അർച്ചനയുടെ കയ്യിൽ നിന്ന് ആ മുക്കുപണ്ടങ്ങൾ എടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട് അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല. അവര് ആ മുക്കുപണ്ടങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഇപ്പൊ മാറ്റിയിട്ടുണ്ടാവും. അർച്ചനേച്ചി അത് കേസാക്കാൻ നടക്കുകയാണ്. ആ മുകുന്ദനെ രക്ഷിക്കാനായി ഞാൻ സാക്ഷിയാവണമെന്നാണ് പറയുന്നത്. ഞാൻ സാക്ഷിമൊഴി ഒപ്പിട്ട് കൊടുക്കണമെന്നാണ് അർച്ചനേച്ചി പറഞ്ഞിരിക്കുന്നതെന്ന് രുക്കു ചന്ദ്രയോട് പറയാണ്. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ചന്ദ്ര പറയുന്നുണ്ട് അത് ശരി, നിന്നെ സാക്ഷിയാക്കി എന്നെ പ്രതിയാക്കാൻ നോക്കുകയാണല്ലേ അവൾ, എന്നിട്ട് എന്തായി, നീ അത് ഒപ്പിട്ട് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോ രുക്കു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കാനോ, ഞാൻ അപ്പൊ തന്നെ അതെല്ലാം വലിച്ചേറി കളഞ്ഞു എന്ന് രുക്കു പറയാണ്. ചന്ദ്ര ഇപ്പൊ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മിടുക്കി, ഈ ചന്ദ്രകാന്തത്തിന്റെ തനി ഗുണം കാണിച്ചു. പക്ഷേ നിനക്ക് ഇനിയോ സമ്മർദ്ദം ഉണ്ടാവും അതിൽ ഒപ്പിട്ട് കൊടുക്കാൻ. പക്ഷേ നീ ഒപ്പിട്ട് കൊടുക്കരുത്. എങ്കിലും നീ അർച്ചനയെ ഒന്ന് സൂക്ഷിക്കണം. നിനക്കെതിരെയും അവൾ എന്തെങ്കിലും പണി ഒപ്പിക്കുമെന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട് അവരിനി എന്തെങ്കിലും പണി ഒപ്പിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നേരിടാമെന്ന് എനിക്കറിയാം. ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് പേടിയില്ലാത്തത് അർച്ചന ചേച്ചിക്കല്ലേ. പക്ഷെ അച്ചുവിനെ എന്നെ കുറിച്ച് ആലോചിച്ച് നല്ല പേടിയുണ്ട്. ആ ഭയം മുതലെടുത്തുകൊണ്ട് ഞാൻ അച്ചുവിനെ വെച്ച് പല കളികളും ഇനി കളിക്കും. ഇനി അവിടെ പലതും നടക്കാൻ പോകുന്നതെന്നൊക്കെ രുക്കു ചന്ദ്രയോട് അങ്ങനെ പറയാണ്. അതിനുശേഷം JK പുറത്തു പോയതിനു ശേഷം ആ ഹോട്ടലിലേക്ക് തിരിച്ചെത്താണ്. കീ വാങ്ങാനായി റിസപ്ഷനിലേക്ക് പോകുമ്പോ ആ സ്റ്റാഫ് പറയുന്നുണ്ട് സാറിനെ അന്വേഷിച്ച് ഇവിടെ ഒരു മേഡം വന്നിരുന്നു, മധുബാല എന്നാണ് ആ മേഡത്തിന്റെ പേരെന്ന് ആ സ്റ്റാഫ് JKയോട് പറയുന്നുണ്ട്. ആ പേര് കേട്ട് JK ആണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെയുള്ള കാര്യം ആ സ്ത്രീയോട് നിങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ ആ സ്റ്റാഫ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല സാർ, പക്ഷേ സാർ ഇവിടെ ഉണ്ടെന്ന വിവരം കിട്ടിയിട്ടാണ് ആ മേഡം ഇങ്ങോട്ടേക്ക് വന്നത്. സാർ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് വ്യക്തമായ വിവരം വെച്ചിട്ടാണ് അവരെന്നോട് ഓരോന്നും ചോദിച്ചത്. സാറാണെങ്കിൽ തല പോയാലും ഇവിടെയുള്ള കാര്യം പറയരുതെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് ആ സ്റ്റാഫ് പറയുന്നുണ്ട്. JK അപ്പൊ പറയുന്നുണ്ട് എനിക്കിനി ആ സ്ത്രീയെ കുറിച്ച് ഒന്നും കേൾക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് JK ദേഷ്യത്തോടെ റൂമിലേക്ക് പോവുകയാണ്. ചിന്നു ആണെങ്കിൽ കോളേജ് കഴിഞ്ഞ് അർച്ചനയും കാത്തുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. അർച്ചനയെ വിളിക്കുന്നുണ്ടെങ്കിലും വിളിച്ചു കിട്ടുന്നില്ല. എന്തായാലും കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടി അമ്മയെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അർച്ചനയെ വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ട് ചിന്നു അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അതുവഴി വിജയ് ശങ്കറും ആര്യയും കൂടി വരുന്നത്. വിജയ് ശങ്കർ ആര്യയെ വിളിച്ചുകൊണ്ട് വരികയാണ്. ചിന്നുവിനെ കണ്ട് വിജയ് ശങ്കർ വേഗം വണ്ടി നിർത്തുന്നുണ്ട്. ചിന്നു എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുമ്പോ ആര്യ പറയുന്നുണ്ട് അവൾ അവിടെ നിന്നോട്ടെ അച്ഛ, നമുക്ക് പോകാമെന്ന് പറയാണ്. വിജയ് ശങ്കർ അപ്പൊ ആര്യയെ ചീത്ത പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ചിന്നുവിന്റെ
അടുത്തേക്ക് വണ്ടി നിർത്തിക്കൊണ്ട് എന്താണ് മോളെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അച്ഛനെ കണ്ട് ചിന്നുവിനാണെങ്കിൽ ആകെ സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത്ര നേരമായിട്ട് അമ്മ വന്നില്ല എന്ന്. ചിന്നു അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ ആണെങ്കിൽ മനസ്സിൽ എന്തോ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.